ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ സലാർ എന്ന സിനിമയുടെ രണ്ടാം ദിവസവും തിയേറ്ററുകളിൽ പിന്നിട്ട് മൂന്നാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ പ്രധാനപ്പെട്ട ഞായറാഴ്ച ദിവസമാണ്. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് ഹോംബാല ഫിലിംസ് നിർമ്മിച്ച നമ്മുടെ പൃഥ്വിരാജ് കൂടി ഭാഗമായ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനെ കൂടാതെ കേരള കളക്ഷൻ ഡീറ്റെയിൽസും പുറത്തു വന്നിരിക്കുകയാണ്. 2023 ഈ വർഷത്തെ ഏറ്റവും വലിയ FT കളക്ഷൻ നേടിയെടുത്തായിരുന്നല്ലോ സലാർ എന്ന സിനിമ തുടങ്ങിയത്. ആദ്യ ദിവസം തന്നെ 178,70,00,000 ലോകമെമ്പാട് നിന്നും ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. രണ്ടാം ദിവസം സിനിമയ്ക്ക് 250-300 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പായതാണ്. അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കളക്ഷൻ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ 295,70,00,000. ഇന്നലെ മാത്രം 117 കോടിയോളം രൂപയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് സിനിമ ലോകമെമ്പാട് നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 300 കോടി ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ മൂന്നാമത്തെ ദിവസത്തിന്റെ ആദ്യ കുറച്ച് മിനിറ്റിനുള്ളിൽ മറികടന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സലാറിന്റെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കാം. കേരളത്തിന് പുറത്തെല്ലാം സിനിമ വലിയ രീതിയിൽ തരംഗമായി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ 4,65,00,000 ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്ത സിനിമയ്ക്ക് രണ്ടാം ദിവസം 2,63,00,000 ഗ്രോസ് കളക്ഷൻ. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് 7,28,00,000 കേരളത്തിൽ നിന്നും നേടിയെടുത്ത സിനിമ 2 ദിവസത്തെ കളക്ഷൻ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച തുടക്കം നേടിയെടുത്തു എന്ന് നിസ്സംശയം പറയാം. എന്നാൽ അതേസമയം ചിത്രത്തിന്റെ നിലവിലെ കേരള ട്രെൻഡ് അത്ര മികച്ചു നിൽക്കുന്നില്ല. കാരണം ഇന്നും സിനിമയ്ക്ക് കേരള ട്രാക്കിംഗ് കളക്ഷൻ ഞായറാഴ്ച ദിവസം ഇന്നലത്തേക്കാൾ കുറവാണ് കാണിക്കുന്നത്. നാളത്തെ ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങും പച്ചമയമാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നാളെ ക്രിസ്മസ് ദിനമാണ് എന്നുകൂടി പ്രത്യേകം പറയട്ടെ. അതേസമയം അടുത്ത ദിവസങ്ങളിലെ വലിയ ബുക്കിംഗ് ഇല്ല എങ്കിൽ പോലും സിനിമ കൂടുതൽ സ്ക്രീനുകളിൽ നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ട്. അതിന്റെ കാരണം സിനിമ തിയേറ്ററുകളിലെ വിതരണത്തിനായിട്ട് എടുത്ത ലിസ്റ്റൺ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ്. അവരുടെ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിശ്ചിത ദിവസങ്ങളിലേക്കാണ് തിയേറ്റർ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സലാർ കൂടുതൽ ദിവസങ്ങളിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നർത്ഥം. കാത്തിരിക്കൂ കൂടുതൽ സലാർ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.